യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 2-ാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദൂതൻ എവിടെ നിന്ന് എവിടേക്ക് ചെന്നു എന്നാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 2:1 പറയുന്നത്. ഓപ്ഷൻസ്: എ. ഗിൽഗാലിൽ നിന്ന് ബൊക്കീമിലേക്ക്, ബി. ബൊക്കീമിൽ നിന്നും ഗിൽഗാലിലേക്ക്, സി. ജെറീക്കോയിൽ നിന്നും ബൊക്കീമിലേക്ക്. ഉത്തരം ഓപ്ഷൻ എ, ഗിൽഗാലിൽ നിന്ന് ബൊക്കീമിലേക്ക്. കർത്താവിന്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബൊക്കീമിലേക്കാണ് ചെന്നത്. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ബൊക്കീമിലെ ഇസ്രായേലരോട് പറഞ്ഞതാരാണ്? ഓപ്ഷൻസ്: എ. ദൈവമായ കർത്താവ്, ബി. കർത്താവിന്റെ ദൂതൻ, സി. കർത്താവ്. ഉത്തരം ഓപ്ഷൻ ബി, കർത്താവിന്റെ ദൂതൻ. നിങ്ങൾക്ക് കെണിയായി തീരുന്നത് ആരാണെന്നാണ് കർത്താവിന്റെ ദൂതൻ ഇസ്രായേൽക്കാരോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. ഈജിപ്തുകാർ, ബി. ദേശത്ത് അവശേഷിച്ച വിജാതീയർ, സി. ഈ ദേശവാസികളുടെ ദേവന്മാർ. ഉത്തരം ഓപ്ഷൻ സി, ഈ ദേശവാസികളുടെ ദേവന്മാർ. ഈ ദേശവാസികളുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയായി തീരും. അവർ ആ സ്ഥലത്തിന് എന്തുകൊണ്ടാണ് ബൊക്കീം എന്ന് പേരിട്ടത്? ഓപ്ഷൻസ്: എ. കർത്താവിന്റെ ദൂതൻ അറിയിച്ചത് കേട്ട് ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞതുകൊണ്ട്, ബി. കർത്താവിന്റെ ദൂതൻ അറിയിച്ചത് കേട്ട് ഇസ്രായേൽ ജനം ഉച്ചത്തിൽ വിലപിച്ചതുകൊണ്ട്, സി. അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ എ, കർത്താവിന്റെ ദൂതൻ അറിയിച്ചത് കേട്ട് ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞതുകൊണ്ട്. ജോഷയുടെയും കർത്താവ് ഇസ്രായേലിനും ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷയ്ക്ക് ശേഷവും ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് കർത്താവിനെ സേവിച്ചതാരാണ്? ഓപ്ഷൻസ്: എ. ഇസ്രായേൽ ജനം, ബി. ജനം, സി. ഇസ്രായേൽക്കാർ. ഉത്തരം ഓപ്ഷൻ ബി, ജനം. കർത്താവിന്റെ ദാസനും നൂനിന്റെ മകനുമായ ജോഷുവ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? ഓപ്ഷൻസ്: എ. 100-ാമത്തെ വയസ്സിൽ, ബി. 80-ാമത്തെ വയസ്സിൽ, സി. 110-ാമത്തെ വയസ്സിൽ. ഉത്തരം ഓപ്ഷൻ സി, 110-ാമത്തെ വയസ്സിൽ. ജോഷുവ മരിച്ചത് 110-ാമത്തെ വയസ്സിലാണ്. ജോഷുവയെ അടക്കിയത് എവിടെയാണ്? ഓപ്ഷൻസ്: എ. എഫ്രായിം മലനാട്ടിൽ, ബി. ഗാഷ് പർവ്വതത്തിൽ, സി. സിംനത്ത് ഹെറസിൽ. ഉത്തരം ഓപ്ഷൻ സി, തിംനാത്ത് ഹെറസിൽ. ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിലെ തിംനാത്ത് ഹെറസ് ആരുടെ അവകാശ ഭൂമിയാണ്? ഓപ്ഷൻസ്: എ. ജോഷുവയുടെ, ബി. മോശയുടെ, സി. കാലബിന്റെ. ഉത്തരം ഓപ്ഷൻ എ, ജോഷുവയുടെ. തിംനാത്ത് ഹെറസ് ജോഷുവയുടെ അവകാശ ഭൂമിയാണ്. തിംനാത്ത് ഹെറസിന് ജോഷുവയുടെ പുസ്തകത്തിൽ തിംനാത്ത് സേറ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്ത് ആരെയാണ് സേവിച്ചത്? ഓപ്ഷൻസ്: എ. ബാൽ ദേവന്മാരെ, ബി. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരെ, സി. അശേര ദേവതയെ. ഉത്തരം ഓപ്ഷൻ എ, ബാൽ ദേവന്മാരെ. ഇസ്രായേൽ ജനം കർത്താവിനെ ഉപേക്ഷിച്ച് ആരെയാണ് സേവിച്ചത്? ഓപ്ഷൻസ്: എ. ബാൽ ദേവന്മാരെ, ബി. അസ്താർത്തെ ദേവതകളെ, സി. ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. ഉത്തരം ഓപ്ഷൻ സി, ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. ഇസ്രായേലിനെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചപ്പോൾ അവിടുന്ന് എന്താണ് ചെയ്തത്? ഓപ്ഷൻസ്: എ. അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, ബി. അവരെ കൊള്ളക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, സി. ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഉത്തരം ഓപ്ഷൻ എ, അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേലിനെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചപ്പോൾ അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് അവർക്ക് എങ്ങനെയാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്? ഓപ്ഷൻസ്: എ. ആണയിട്ട്, ബി. ശപഥം ചെയ്ത്, സി. കോപത്തോടെ. ഉത്തരം ഓപ്ഷൻ ബി, ശപഥം ചെയ്ത്. കർത്താവ് ശപഥം ചെയ്താണ് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. കർത്താവ് ആരെയാണ് കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്? ഓപ്ഷൻസ്: എ. ഇസ്രായേലിനെ, ബി. ഇസ്രായേൽക്കാരെ, സി. ഇസ്രായേൽ ജനത്തെ. ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിനെ. ഇസ്രായേൽക്കാർ വളരെയധികം കഷ്ടത അനുഭവിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ. ന്യായാധിപന്മാരെ നിയമിച്ചു, ബി. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു, സി. അവരോട് കരുണ തോന്നി അവർക്ക് വിമോചകരെ അയച്ചു. ഉത്തരം ഓപ്ഷൻ എ, ന്യായാധിപന്മാരെ നിയമിച്ചു. ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിന്റെ കരം ആർക്കെതിരായിരുന്നു? ഓപ്ഷൻസ്: എ. ഇസ്രായേൽ ജനത്തിന്, ബി. ഇസ്രായേലിന്, സി. ഇസ്രായേൽക്കാർക്ക്. ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേലിന്. കർത്താവിന്റെ കരം ഇസ്രായേലിനെതിരായിരുന്നു. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ ആരാണ് രക്ഷിച്ചത്?
ഓപ്ഷൻസ് എ കർത്താവ് നിയമിച്ച ന്യായാധിപന്മാർ, ബി ശങ്കർ, സി ഒത്തിനിയേൽ. കർത്താവ് നിയമിച്ച ന്യായാധിപന്മാർ. ന്യായാധിപന്മാർ 2:17 പ്രകാരം ആരെ അനുസരിക്കാതെയാണ് ഇസ്രായേൽ ജനം അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ വന്ദിച്ചത്? ഓപ്ഷൻസ് എ കർത്താവിനെ, ബി ദൈവമായ കർത്താവിനെ, സി ന്യായാധിപന്മാരെ. ഉത്തരം ഓപ്ഷൻ സി ന്യായാധിപന്മാരെ. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച ആരുടെ മാർഗത്തിൽ നിന്നാണ് ഇസ്രായേൽ വേഗം വ്യതിചലിച്ചത്? ഓപ്ഷൻസ് എ പൂർവികരുടെ, ബി പിതാക്കന്മാരുടെ, സി ശ്രേഷ്ഠന്മാരുടെ. ഉത്തരം ഓപ്ഷൻ ബി പിതാക്കന്മാരുടെ. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചത് പിതാക്കന്മാരാണ്. അവരുടെ മാർഗത്തിൽ നിന്നാണ് ഇസ്രായേൽ വേഗം വ്യതിചലിച്ചത്. ന്യായാധിപന്മാർ 2:18 ഇസ്രായേൽ ആരെ അനുകരിച്ചില്ല എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ് എ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരെ, ബി ന്യായാധിപന്മാരെ, സി ന്യായാധിപന്മാരെയും പിതാക്കന്മാരെയും. ഉത്തരം ഓപ്ഷൻ എ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരെ. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരെയാണ് ഇസ്രായേൽ അനുകരിക്കാതിരുന്നത്. ആരുടെ കാലത്താണ് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നത്? ഓപ്ഷൻസ് എ പിതാക്കന്മാരുടെ, ബി ന്യായാധിപന്മാരുടെ, സി ജോഷുവയുടെ. ഉത്തരം ഓപ്ഷൻ ബി ന്യായാധിപന്മാരുടെ. ന്യായാധിപന്മാരുടെ കാലത്താണ് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നത്. കർത്താവിന് ഇസ്രായേൽ ജനത്തോട് അനുകമ്പ തോന്നാൻ കാരണം എന്താണ്? ഓപ്ഷൻസ് എ തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട്, ബി അവർ വളരെയധികം കഷ്ടത അനുഭവിച്ചപ്പോൾ, സി അവർ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ. ഉത്തരം ഓപ്ഷൻ എ തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ടപ്പോൾ. തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ടപ്പോൾ കർത്താവിന് ഇസ്രായേൽ ജനത്തോട് അനുകമ്പ തോന്നി. ന്യായാധിപന്മാർ മരിക്കുമ്പോൾ ഇസ്രായേൽ ജനം എങ്ങനെയാണ് ജീവിച്ചത്? ഓപ്ഷൻസ് എ വഴിതെറ്റി, ബി വഷളായി, സി വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി. ഉത്തരം ഓപ്ഷൻ സി വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി. അവർ എന്തുപേക്ഷിച്ചില്ല എന്നാണ് ന്യായാധിപൻ 2:19 ഇസ്രായേൽക്കാരെ കുറിച്ച് പറയുന്നത്? ഓപ്ഷൻസ് എ അന്യദേവന്മാരെ നമസ്കരിക്കുന്നത്, ബി മറ്റ് ദേവന്മാരെ സേവിക്കുന്നത്, സി തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും. ഉത്തരം ഓപ്ഷൻ സി തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും. തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല. ന്യായാധിപന്മാർ 2:20 പ്രകാരം കർത്താവിന്റെ കോപം ആർക്കെതിരെയാണ് ജ്വലിച്ചത്? ഓപ്ഷൻസ് എ ജനത്തിനെതിരെ, ബി ഇസ്രായേലിനെതിരെ, സി ഇസ്രായേൽ ജനത്തിനെതിരെ. ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേലിനെതിരെ. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെയാണ് ജ്വലിച്ചത്. ന്യായാധിപന്മാർ 2:20 ഇസ്രായേലിനെതിരെ കർത്താവ് എന്താണ് പറയുന്നത്? ഓപ്ഷൻസ് ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു, എന്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല. ബി എന്റെ വാക്കുകൾ അനുസരിച്ചില്ല, എന്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. സി മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകുന്നു. ഉത്തരം ഓപ്ഷൻ എ ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു, എന്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല. ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു, എന്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല. അതുകൊണ്ട് അവരോട് എന്ത് ചെയ്യുമെന്നാണ് ന്യായാധിപന്മാർ 2:21 കർത്താവ് പറയുന്നത്? ഓപ്ഷൻസ് എ അതിനാൽ ജോഷ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല, ബി ജനതകൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കും, സി അവരെ മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഉത്തരം ഓപ്ഷൻ എ അതിനാൽ ജോഷുവ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുകയില്ല. അതുകൊണ്ട് കർത്താവ് ആ ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ജോഷുവയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല. എന്തുകൊണ്ട്? ഓപ്ഷൻസ് എ അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിന്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ, ബി അവർ ബാൽ ദേവന്മാരെ സേവിച്ചതിനാൽ, സി അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സേവിച്ചതിനാൽ. ഉത്തരം ഓപ്ഷൻ എ അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിന്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 2-ാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഈ അധ്യായത്തിന്റെ എല്ലാ വാക്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശദമായ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി.